17-18 വയസ്സുള്ള ചെറുപ്പക്കാരെങ്ങാനും ഈ പരിസരത്ത് നിന്ന് എവിടെന്നെങ്കിലും വല്ല ആക്സിഡന്റിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ വല്ല അപകടവും സംഭവിച്ച് ഈ ലോകത്തുനിന്ന് വിട പറയുകയോ ചെയ്താൽ പരലോകത്തെത്തിയിട്ട് മൂപ്പരുടെ ഏട് വായിക്കുമല്ലോ. അപ്പൊ ഏട് വായിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ വായിക്കും, വയസ്സ് 17, പേര് ഇന്നത്. ആകെ 2 വർഷമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ഭൂമിയിൽ ജീവിച്ചത്. 15-ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്. 16, 17, 2 വർഷത്തിനിടയിൽ ചെയ്ത കർമ്മങ്ങൾ വായിക്കണമല്ലോ സ്വന്തം. ഒന്ന് ശ്രദ്ധിക്കണേ. 2,18,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 2 ഇങ്ങനെയാണ് വായിക്കേണ്ടി വരിക. വേറെന്താ നമ്മളെ കുട്ടിക്ക് ഇപ്പൊ പണി? സ്ക്രോൾ ചെയ്യലല്ലാതെ ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് നമ്മളെ കുഞ്ഞുങ്ങൾ വായിക്കുന്നുണ്ട് ഡെയിലി. 5 പേജ് ഖുർആൻ ഓതാൻ നേരമില്ല. അർശിന്റെതാണ് ലഭിക്കുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ സ്പെസിഫൈ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അതെന്താണ് അവരെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം? തെറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരിക്കെ തെറ്റ് ചെയ്യാതിരുന്നാൽ അവർക്ക് പ്രതിഫലം കൂടുതലായിരിക്കും. ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസിൽ, പ്രൊഫഷണൽ ക്യാമ്പസിൽ ജീവിക്കുന്ന ഒരാൾ നല്ല നിലക്ക് ജീവിച്ചാൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് മുത്തഅല്ലിം ക്യാമ്പസിൽ, ശരീഅത്ത് കോളേജിന്റെ ക്യാമ്പസിൽ ജീവിക്കുന്നതിനേക്കാൾ ഈ വിഷയത്തിൽ പ്രതിഫലം കൂടുതലുണ്ടോ? എന്തേ കാരണം? അപ്പുറത്തുനിന്ന് ഡ്രഗ്സ്, ഇപ്പുറത്തുനിന്ന് ഗേൾസ്, ഇപ്പുറത്തുനിന്ന് നെറ്റ് ബ്രൗസിംഗ്, ഇങ്ങനെ 4 വട്ടം മുഴുവനും തെറ്റിലേക്ക് മാടി വിളിക്കുന്ന ഘട്ടത്തിലാ ഈ ചെറുപ്പക്കാരൻ, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ ഈ തെറ്റിനൊന്നും ഇല്ല